മംഗലം പോലീസ് എടുത്ത കേസിൽ അർജുൻ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകുന്നുണ്ട്. കണ്ണൂരിലെ കസ്റ്റഡി അവസാനിക്കുന്ന ദിവസം തന്നെ അർജുനെ എറണാകുളത്തെ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികളും തുടങ്ങി. കസ്റ്റഡി അപേക്ഷയും ഉടൻ തന്നെ സമർപ്പിക്കും. സഹിൻ ആന്റണി വിവരങ്ങളുമായിട്ടുണ്ട് നമുക്കിപ്പം. സഹിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പോലീസ് നീക്കങ്ങൾ? ഗുഡ് മോർണിംഗ് സേതു. അർജുൻ ആയങ്കിയെ പൂട്ടാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അർജുൻ ആയങ്കിക്ക് ആദ്യ കേസ്, അതായത് കോതമംഗലത്ത് സംഘടിതമായി ചേരുകയും ഒപ്പം തന്നെ കുറ്റകൃത്യം നടത്താനുള്ള ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് കോതമംഗലം പോലീസിന്റെ ആദ്യ കേസ്. ഈ കേസിൽ അർജുൻ ആയങ്കിക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഈ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് പോലീസിന് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ആ റിപ്പോർട്ട് ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. കൂടാതെ അർജുൻ ആയങ്കിയുടെ കസ്റ്റഡി ഇപ്പോൾ നിലവിൽ കണ്ണൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അർജുൻ ആയങ്കി ഉള്ളത്. കസ്റ്റഡി അവസാനിക്കുന്ന ദിവസം തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ എറണാകുളം റൂറൽ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയും ഇന്ന് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 3 കേസുകൾ അർജുൻ ആയങ്കിക്കെതിരെ എറണാകുളം റൂറൽ പോലീസിന്റെ ജില്ലയിലുണ്ട്. അവരുടെ കണക്കനുസരിച്ച് കോതമംഗലത്ത് സംഘടിതമായി കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ആദ്യ കേസ്. മറ്റൊന്ന് കോതമംഗലം CIA ഭീഷണിപ്പെടുത്തിയ കേസ്, കൂടാതെ ഊന്നുങ്കൽ CIA ഭീഷണിപ്പെടുത്തിയ കേസ്. പോരാതെ ആലുവ സൈബർ പോലീസിനും ഇയാൾക്കെതിരെ ഒരു കേസ് കൂടിയുണ്ട് സേതു. ഓക്കെ മിസ്റ്റർ സഹിൻ ആന്റണി, ശരി. അപ്പം ഈ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലെ പോലീസ് നീക്കങ്ങളാണ് സഹിൻ ആന്റണി പറഞ്ഞത്.